ഹലോ, ഇന്നെൻ്റെ ചെറിയൊരു ഈവനിങ് ഇൻ മൈ ലൈഫാണ്. കുട്ടി വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ നേരെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അവൻ്റെ ബൈക്ക് സർവീസിന് കൊടുക്കാനുണ്ടായിരുന്നു, എന്തൊക്കെയോ പണികളുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം പോയത്. ഇന്നാളിതുപോലെ നമ്മൾ റെഡി ആയിട്ട് മലേഷ്യ പോകാൻ ഇറങ്ങിയിട്ട് പകുതിക്ക് വെച്ച് വണ്ടി കേടായിട്ടോ. വണ്ടി എത്ര സ്പീഡ് കൊടുത്തിട്ടും പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പകുതിക്ക് വെച്ചാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും വണ്ടി കൊണ്ട് കൊടുക്കാമെന്ന്. കുറച്ച് ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വണ്ടി കാണിച്ചിട്ട് ഇപ്പം തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൊണ്ട് പോകാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ടാക്സിക്ക് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര വിശപ്പ് തോന്നിയത്. പിന്നെയാണ് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ കപ്പ് നൂഡിൽസ് മാത്രം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെയുള്ള ഒരു ഇന്ത്യൻ കടയിൽ വന്നിട്ട് അവിടെ നിന്ന് വലുതായിട്ടൊന്നും കഴിക്കാൻ തോന്നിയില്ല. കുറച്ച് കോളിഫ്ലവർ ചില്ലി കോപ്പി പോലെ ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അങ്ങനെ എടുത്തപ്പോഴാണ് ഇതിനകത്ത് നിറച്ച എണ്ണ കേട്ടോ. കുറേ തിന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും എണ്ണയിൽ ഉണ്ടായെന്ന് മനസ്സിലായത്. അങ്ങനെ അവൻ അവിടെ ഇരുന്ന് മൊത്തം പിഴിഞ്ഞ് എണ്ണ സെപ്പറേറ്റ് ചെയ്തു കേട്ടോ. ഫുള്ളിരുന്ന് ഞെക്കി പിഴിഞ്ഞെടുത്തായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള കോളിഫ്ലവറാണ് എനിക്ക് മാറ്റി വെച്ച് തരണത് തിന്നാൻ വേണ്ടിയിട്ട്. അവൻ കഴിച്ചൊന്നുമില്ല കേട്ടോ, അവന് വിശപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വണ്ടി അവിടെ കൊടുത്തിട്ട് ചുമ്മാ അടുത്ത് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് ചെന്നപ്പോൾ വീണ്ടും അത് ശരിയായിട്ടുണ്ടായില്ല. പിന്നെ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ചെന്നു. അപ്പോൾ ആൾ കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയണുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ നമ്മളോട് പറഞ്ഞു 2-3 ദിവസം എടുക്കും, ഇപ്പം എന്തായാലും പോയിക്കോ എന്ന്. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് നേരെ ഇനി മുസ്തഫയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടാക്സിയൊക്കെ ബുക്ക് ചെയ്തു. ഒരു 10 മിനിറ്റ് നിന്നപ്പോഴേക്കും ടാക്സിയൊക്കെ വന്നു കേട്ടോ. 10 മിനിറ്റ് നിന്നപ്പോഴേക്കും വണ്ടി വന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ട്രെയിനിൽ പോകാമെന്നായിരുന്നു. എന്തായാലും തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ടാക്സി എടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം ട്രെയിനിൽ പോകാമെന്ന് വെച്ചാൽ മാപ്പ് നോക്കിയപ്പോൾ ഭയങ്കര ദൂരമുണ്ട് കേട്ടോ. നമ്മളൊരറ്റത്തും ലിറ്റിൽ ഇന്ത്യ മുസ്തഫ വേറൊരറ്റത്തുമായിരുന്നു. അങ്ങനെ നമ്മൾ ടാക്സിയൊക്കെ എടുത്ത് മുസ്തഫയിലെത്തി. അവിടെ ബാഗൊക്കെ ഇതുപോലെ ടൈ ചെയ്ത് വെക്കണം കേട്ടോ, ഒന്നും കട്ട് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുസ്തഫ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി നാട്ടിലെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു മോള് പോലത്തെ ഒരു സംഭവമാണ്. പണ്ട് തൊട്ടേ ഉള്ളൊരു കടയാണ്. ഇവിടെ എല്ലാം മിക്ക സാധനങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടി വന്നാൽ ഇങ്ങോട്ടാണ് വരാറ്. ഞാൻ ഇപ്പോൾ ഈ താളിപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ ഇടയ്ക്ക് ഇത് വാങ്ങാറുണ്ട്, ഈ ഹെന്ന പോലത്തെയൊക്കെ. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ 2 ഷീറ്റ് മാസ്കും എടുത്തു കേട്ടോ. പിന്നെ അവിടെ ഫുള്ളിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. ത്രിഫല എടുത്തായിരുന്നു കേട്ടോ. വയറിന് നല്ലതാണ്. ഫുള്ളിങ്ങനത്തെ ഇന്ത്യൻ ആയുർവേദ സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. നാട്ടിൽ കിട്ടുന്ന എല്ലാം ഇവിടെ നിന്ന് കിട്ടും. ഫുൾ മെയ്ഡ് ഇൻ ഇന്ത്യ സാധനങ്ങളായിരിക്കും. അങ്ങനെ അവിടെ ഓരോന്നൊക്കെ നോക്കി നടന്നത്. സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇതിന് ഏകദേശം $9 അടുത്ത് വിലയുണ്ട്. അതായത് ഒരു 600 രൂപയൊക്കെ ഉണ്ടാവും നാട്ടിലെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോഡി വാഷിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ബോഡി വാഷ് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ ഡവാണ് എപ്പോഴും എടുക്കാറ്. ഇപ്രാവശ്യം മാത്രം ഞാൻ ഒന്ന് യാർഡിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ കുറേ നാളായിട്ട് ഈ ഇലക്ട്രിക് ബ്രഷ് വാങ്ങണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അത് 2 വാങ്ങിയിട്ടോ. 2 പേർക്കും $20 എന്തോ ആയിരുന്നു വില. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബില്ല് ചെയ്യാനായിട്ട് പോയി. തൊട്ടപ്പുറത്ത് തന്നെ ഒരു തമിഴന്മാരുടെ പച്ചക്കറി കട ഉണ്ടായിരുന്നു കേട്ടോ. ലിറ്റിൽ ഇന്ത്യയിൽ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലക്കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 10 മണി 11 മണി ആയിട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി കഴിക്കാമെന്ന് വെച്ചിട്ട് നേരെ ടാക്സി എടുത്തിട്ട് വീട്ടിലേക്ക് പോയിട്ടോ.